നമസ്കാരം. കേരള സർവകലാശാലയിൽ ഭാരതാംബ വിവാദത്തിന്റെ ചുവട് പിടിച്ച് നടക്കുന്നത് വമ്പൻ രാഷ്ട്രീയ നീക്കങ്ങളാണ്. ഇതിന്റെ ഭാഗമായി കേരള സർവകലാശാലയിൽ ഇപ്പോൾ നടക്കുന്നത് കസേരകളി. കഴിഞ്ഞ ദിവസം കേരള സർവകലാശാലയിൽ VC-യുടെ അസാന്നിധ്യത്തിൽ സിൻഡിക്കേറ്റ് യോഗം ചേർന്നതിൽ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. എന്തായാലും പ്രശ്നങ്ങളുടെ തുടക്കം ഗവർണറിൽ നിന്നു തന്നെയാണ്. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പങ്കെടുത്ത സെനറ്റ് ഹാളിലെ ചടങ്ങിൽ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം വെച്ചതാണ് തർക്കത്തിന് കാരണം. മതചിഹ്നങ്ങളോ ആരാധനയോ പാടില്ലെന്ന സർവകലാശാല ചട്ടം സംഘാടകർ ലംഘിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് രജിസ്ട്രാർ ഹാളിനുള്ളിൽ അനുമതി നിഷേധിച്ചു. എന്നാൽ ഗവർണർ ചടങ്ങിനെത്തിയതോടെ ഹാളിൽ സെമിനാർ നടന്നു. പിന്നാലെയാണ് രജിസ്ട്രാറെ VC സസ്പെൻഡ് ചെയ്തത്. ഒരു സർവകലാശാലയെ സംബന്ധിച്ച് VC ആണ് ഏറ്റവും പ്രധാനം. എന്നാൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് സിൻഡിക്കേറ്റ് ആണ് കൂടുതൽ അധികാരമെന്ന് പറയുമ്പോൾ അവസാന വാക്ക് യൂണിവേഴ്സിറ്റി VC-യുടേത് തന്നെയാണ്. VC പിരിച്ചുവിട്ട യോഗം ജോയിന്റ് രജിസ്റ്റർ ഏറ്റെടുത്തു എന്നതും VC-യെ ചൊടിപ്പിച്ചു എന്നതാണ് മറ്റൊരു കാര്യം. അജണ്ടയ്ക്ക് പുറത്തുള്ള വിഷയം ചർച്ച ചെയ്യാനുള്ള നീക്കം വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസ് തടയുകയും യോഗം പിരിച്ചുവിടുകയും ചെയ്തിരുന്നു. എന്നാൽ യോഗം പിരിച്ചുവിട്ടിട്ടും യോഗം തുടർന്ന് സസ്പെൻഷൻ പിൻവലിച്ചെന്ന തീരുമാനം ഇടത് അംഗങ്ങൾ പ്രഖ്യാപിക്കുകയായിരുന്നു. ഈ സംഭവത്തിലാണ് ഗവർണർ ഇപ്പോൾ റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ എടുത്ത തീരുമാനത്തിന് സമാധാനം പറഞ്ഞേ തീരൂ. കാരണം റിപ്പോർട്ട് തേടിയിരിക്കുന്നത് സാക്ഷാൽ ഗവർണറാണ്. പണി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി ഓരോരുത്തർക്കായിട്ടുള്ളത് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. ഇനി എന്തായാലും കാര്യത്തിലേക്ക് വരാം. കഴിഞ്ഞ ദിവസം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ എല്ലാം കൂടി രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കിയ നടപടിയും രജിസ്ട്രാർ വീണ്ടും ചുമതല ഏറ്റെടുത്ത സാഹചര്യവും വിശദീകരിക്കണം. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത സംഭവത്തിൽ ഹൈക്കോടതി അടക്കം അവഗണിച്ച് ചട്ടവിരുദ്ധ നടപടികളുമായാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പോയത്. VC-യുടെ ചുമതലയുള്ള സിസ തോമസിനെ തള്ളി കഴിഞ്ഞ ദിവസം സിൻഡിക്കേറ്റ് സസ്പെൻഷൻ റദ്ദാക്കിയ കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ ഇന്ന് സ്ഥാനത്തെത്തി ജോലിയിൽ പ്രവേശിച്ചു. കൂടാതെ VC ചുമതല നൽകിയ ജോയിന്റ് രജിസ്ട്രാർ P ഹരികുമാർ അവധിയിൽ പ്രവേശിക്കുകയും ചെയ്തു. സസ്പെൻഷൻ നടപടി ചോദ്യം ചെയ്ത് രജിസ്ട്രാർ അനിൽകുമാർ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി പിൻവലിക്കും. സിൻഡിക്കേറ്റ് സസ്പെൻഷൻ റദ്ദാക്കിയ പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഇന്ന് ഹൈക്കോടതി ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിലും ഇക്കാര്യം അറിയാനാണ് തീരുമാനം. എന്നാൽ ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്നാണ് VC-യുടെ ചുമതലയുള്ള സിസ തോമസിന്റെ നിലപാട്. രജിസ്ട്രാറുടെ ചുമതല ജോയിന്റ് രജിസ്ട്രാർ ഹരികുമാറിൽ നിന്നും മാറ്റി മറ്റൊരു ജോയിന്റ് രജിസ്ട്രായ മിനി കാപ്പിന് നൽകി. ഭരണവിഭാഗത്തിന്റെ ചുമതല ഹേമ ആനന്ദിനും കൈമാറി. അനിൽകുമാറിന്റെ സസ്പെൻഷനിലും VC-യും സിൻഡിക്കേറ്റും രണ്ടു തട്ടിലാണ്. സിൻഡിക്കേറ്റ് സസ്പെൻഷൻ റദ്ദാക്കിയെന്ന് അറിയിച്ചുവെങ്കിലും വൈസ് ചാൻസലറുടെ ചുമതലയുള്ള സിസ തോമസ് ഇത് നിഷേധിച്ചിരുന്നു. VC യോഗത്തിൽ നിന്ന് പോയതിനു ശേഷമാണ് സിൻഡിക്കേറ്റ് ഈ തീരുമാനമെടുത്തത്. ഹൈക്കോടതിയിൽ VC ചുമതലപ്പെടുത്തിയ പ്രത്യേക അഭിഭാഷകൻ ഹർജി പരിഗണിക്കുമ്പോൾ വ്യക്തമാക്കുകയും ചെയ്തു. വിവാദങ്ങളിൽ റിപ്പോർട്ട് തേടി ഗവർണറും നീക്കം ശക്തമാക്കി. VC നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കിയ സിൻഡിക്കേറ്റ് യോഗ തീരുമാനത്തെ മരവിപ്പിക്കുവാനും സാധ്യതയുണ്ട്.